സതീഷ് സാറേ, സാറിന്റെ ഭരണമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല ഭരണമൊക്കെയാണ്. പക്ഷേ സാർ ഒരു കാര്യം കൂടി സാർ ചെയ്യണം. ഇന്ന് വിജയൻ സാറ് തമിഴ്നാട്ടിൽ ചെയ്തത് കണ്ടോ? അവിടുത്തെ ജയിൽ പുള്ളികൾക്ക് എല്ലാവർക്കും കഞ്ഞിയും പയറും. ഇവിടെ ആണെങ്കിലോ മട്ടൻ, ചിക്കൻ, ബീഫ്, അത് കൂടാണ്ട് നല്ല ചപ്പാത്തിയും കുറുമയും നല്ല ഭക്ഷണവും അല്ലേ. പിന്നെ 650 രൂപ പ്രതിഫലം, അതായത് ശമ്പളം. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർക്ക് എന്ത് ശിക്ഷയാണ് അവിടെ കിട്ടുന്നത്? കാരണം സുഖവാസമായ ജീവിതം എന്തുവാ അവരുടെ ശിക്ഷ എന്ന് പറയാൻ ഒന്നുമില്ല. സെല്ലിന്റെ ഉള്ളിൽ കുറച്ച് സമയം അടച്ചിടുക, കുറച്ച് സമയം പുറത്തു വിടുക, ഇത് തന്നെയല്ലേ അവർക്ക് കിട്ടുന്നത്. കാരണം ഇവിടെ ഇനി കുറ്റകൃത്യങ്ങൾ കൂടത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തുടച്ചു നീക്കാൻ സതീശൻ സാറ് വിചാരിച്ചാൽ നടക്കും. അത് സാറ് ചെയ്യണം. കാരണം ഞങ്ങളുടെ ഒരു അപേക്ഷയും കൂടിയാണ്. കാരണം ഇങ്ങനെയുള്ള കുറ്റവാളി സ്വന്തം അമ്മേനെ കൊന്നിട്ടും കഴുത്തറുത്ത് കൊന്നിട്ടും 10 മാസം 9 മാസം 9 വിനായികയും കാത്തു സൂക്ഷിച്ച ആ മക്കൾ അവരുടെ കഴുത്തറുത്ത് വേർപെടുത്തി ആ കുറ്റവാളികൾ എന്താ പറയാൻ സാറേ, ഒരുപാട് കുറ്റകൃത്യങ്ങളും മദ്യത്തിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ട്, അതായത് ഈ തിന്ന് കൊഴുത്ത് കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന ഈ കുറ്റവാളികൾക്ക് കഞ്ഞിയും പയറും 3 നേരം ആക്കി തന്നെ കൊടുക്കണം സാർ. അവരുടെ വീതങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കണം, ഈ ശമ്പളങ്ങളെല്ലാം. എന്നിട്ട് എത്രയോ പാവപ്പെട്ട നിർധനരായ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഴിയുന്ന എത്രയോ മക്കൾ നമ്മുടെ നാട്ടിൽ സ്കൂളുകളിലുണ്ട് സാർ. അവരെയൊക്കെ അവർക്ക് വേണ്ടി പണം വിനിയോഗിക്കുക. നാളെ ഭാവിയിൽ വളർന്നു വരുന്ന ആ മക്കൾക്ക് നല്ലൊരു ഐശ്വര്യം ഉണ്ടാവട്ടെ, നല്ലൊരു നാട്ടിന്റെ ഒരു നല്ല മാറ്റം ഉണ്ടാവട്ടെ. അത് വി സതീശൻ സാറിന് കഴിയും എന്ന് ഞാൻ ഓരോരുത്തർക്കും വിശ്വാസം. കാരണം സാർ കയറിയപ്പോൾ തന്നെ പല കാര്യങ്ങൾ നമ്മുടെ രമേശ് ചെന്നിത്തല സാറും ചെയ്യാറുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അത്രയും വലിയ കുറ്റവാളികളെ നിമിഷം കൊണ്ട് പിടിക്കാൻ കഴിവുള്ള ഇത്രയും നല്ലൊരു ഭരണത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ കണ്ടില്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട വിജയ സാറ് ചെയ്തത്? ആ നാട്ടില് ആ ജയിലിൽ കിടക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും നീതി സമ്പാദിച്ച് പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വയറ് നിറച്ച് ഭക്ഷണവും അവർക്ക് ഡ്രസ്സും അവർക്ക് വേണ്ട പഠന ഉപകരണങ്ങളും കൊടുക്കാൻ സർക്കാർ തയ്യാറായി. അതുപോലെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും വന്നുകൂടാ? വളരെ വ്യത്യസ്തമായ ഒരു ഭരണം നമ്മളെ സാർ ഇപ്പൊ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ അതിൽ പോലെ ഇവിടെയും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ എത്രയോ നല്ലതാ സാറേ. കുറ്റവാളികൾക്ക് നരകയാതനയാണെങ്കിൽ ഒരിക്കലും അവർ ജയിലിലോട്ട് പോകാൻ ആഗ്രഹിക്കില്ല. അവിടെ സുഖം കിട്ടുന്നത് കൊണ്ടാണ്, ജാമ്യം കിട്ടുന്നത് കൊണ്ടാണ് അവർ ഈ നാട്ടിൽ നിന്നും ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ട് വീണ്ടും പോകുന്നത്. കഞ്ചാവ് എന്തൊക്കെയാണ് ഓരോ വിദ്യാർത്ഥികളെ ജീവിതം, കുടുംബത്തില് 18 വയസ്സാകുമ്പോഴേ തകർന്നുകൊണ്ടിരിക്കുക, അഹംപതിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിന്റെ പോക്ക്. അത് മാറണമെങ്കിൽ കുറച്ച് നമ്മുടെ സർക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇതുപോലുള്ള കർശന നടപടി നിങ്ങൾ സ്വീകരിച്ചാൽ ഈ കേരളത്തെ തമിഴ്നാടിനെ പോലും അല്ല, കേരളം വൃത്തിയാവുന്ന കേരളമാണ്. ആ കേരളത്തിൽ ഇതുപോലുള്ള ഭരണം വന്നാൽ പൊളിയാന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല സാർ. മാറ്റമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു സാർ. ഈ അപേക്ഷ സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സാർ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ഈ അപേക്ഷ സാർ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു കർശന നടപടി ഉണ്ടാകുമെന്ന്